ഫിൻലാൻഡിൽ ബാൾട്ടിക് സമുദ്രത്തിനടിയിലുള്ള വൈദ്യുത കേബിളുകൾ മുറിഞ്ഞതിന് പിന്നിൽ റഷ്യൻ കപ്പൽ ഫിൻലാൻഡ് അധികൃതർ പിടിച്ചെടുത്തു. എസ്തോണിയയിലേക്ക് വൈദ്യുതി കൊണ്ടുപോകുന്ന കേബിളുകളാണ് മുറിഞ്ഞത്. ഇതുവഴി കടന്നുപോയ ഈഗിൾസ് എന്ന് പേരിട്ടിരിക്കുന്ന കപ്പലാണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. ഇത് റഷ്യയുടെ കപ്പലാണെന്നാണ് ഫിൻലാൻഡ് അധികൃതർ ഉറപ്പിക്കുന്നത്. കുക്ക് ഐലൻഡിന്റെ പതാക വഹിക്കുന്ന ഈ കപ്പലിനെ കുറിച്ച് നിരവധി സംശയങ്ങളാണുള്ളത്. വളരെ കാലപ്പഴക്കം ചെന്ന കപ്പലാണ് ഫിൻലാൻഡ് അധികൃതർ ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ജനുവരി മുതൽ സാങ്കേതിക തകരാർ മൂലം പ്രവർത്തനം നിലച്ചിരുന്ന ഈ കപ്പൽ വീണ്ടും യാത്ര ആരംഭിച്ചത് സെപ്റ്റംബറിലാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ശേഷം പല യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങളും റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇത് അവരുടെ പ്രധാന സാമ്പത്തിക സ്രോതസ്സായ എണ്ണ വിൽപ്പനയിൽ വലിയ തടസ്സങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ഉപരോധം തുടരുന്ന സാഹചര്യത്തിൽ ഇത് റഷ്യയുടെ സാമ്പത്തിക അടിത്തറ ഇല്ലാതാക്കും. ഈ പ്രതിസന്ധി മറികടക്കാനാണ് റഷ്യ ഇത്തരത്തിൽ കാലപ്പഴക്കം ചെന്ന കപ്പലുകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് എണ്ണക്കടത്ത് നടത്തുന്നതിനായി ഉപയോഗിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഈ കപ്പലുകൾക്കൊന്നും കൃത്യമായ ഉടമസ്ഥാവകാശങ്ങളോ തിരിച്ചറിയൽ രേഖകളോ ഇൻഷുറൻസ് രേഖകളോ ഇല്ല. യൂറോപ്യൻ യൂണിയൻ അനുശാസിക്കുന്ന ചട്ടങ്ങളൊന്നും ഇവ പാലിക്കുന്നുമില്ല. ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്ന കപ്പലിനെ സംശയിക്കുന്നതിന് പിന്നിൽ കാരണങ്ങളുണ്ട്. കേബിൾ കടന്നുപോകുന്ന ഭാഗത്തെത്തിയപ്പോൾ കപ്പൽ അതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ വേഗത 1/3 കുറച്ചെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഇതിനു പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്ന സംശയത്തിന് ഇത് ആഴം കൂട്ടുന്നു. ഹോങ്കോങ്ങിൽ രജിസ്റ്റർ ചെയ്ത സിങ് സിയാങ് 2 എന്ന കപ്പലും ഈ കേബിളുകൾ മുറിഞ്ഞതിന് തൊട്ടു പിന്നാലെ ഇതുവഴി കടന്നുപോയതായി പലരും പറയുന്നു. ഈ കപ്പലിനും റഷ്യയുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ കപ്പലിന്റെ ഉടമകൾ ഹോങ്കോങ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നവരാണ്. ഇവർക്ക് റഷ്യയിലെ പല സ്ഥാപനങ്ങളുമായി വ്യാപാര ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു. കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ ഉച്ചയ്ക്ക് ശേഷമാണ് വൈദ്യുത ബന്ധത്തിൽ തകരാർ സംഭവിച്ചത്. ഇതോടെ എസ്തോണിയയിലേക്കുള്ള വൈദ്യുതി വിതരണം പൂർണ്ണമായും നിലച്ചു. എന്നാൽ എസ്തോണിയ മറ്റു സംവിധാനങ്ങളിലൂടെ വൈദ്യുതി സജ്ജീകരണം സാധ്യമാക്കി. ജനങ്ങൾ ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നില്ല. ഫിൻലാൻഡിൽ നിന്നും പല രാജ്യങ്ങളിലേക്കും ഇത്തരത്തിൽ വൈദ്യുതി വിതരണം നടത്തുന്നുണ്ട്. എന്തായാലും എസ്തോണിയയിലേക്കുള്ള കേബിൾ മുറിഞ്ഞതിൽ റഷ്യ ഫിൻലാൻഡിനോട് മറുപടി പറഞ്ഞേ മതിയാകൂ.